നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായ ഗ്രഹമാണ് ശനി. കുടുംബം, ആയുസ്സ്, ദുഃഖം, ദുരിതം, പാശ്ചാത്യ വിദ്യാഭ്യാസം, നീചപ്രവർത്തികൾ എന്നിവയുടെ കാരകനായ ശനി 2024 നവംബർ 14 കുംഭൻ രാശിയിലെ തൻ്റെ വക്രാവസ്ഥയിലുള്ള സഞ്ചാരത്തിൽ നിന്നും നേർഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നു. മനുഷ്യജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്താനും ശക്തി നൽകാനും കഴിവുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായ പിന്നോക്ക സഞ്ചാരം മനുഷ്യ ജീവിതത്തിലും പ്രകൃതിയിലും പല മാറ്റങ്ങളും ഉണ്ടാക്കി. ഏഴര ശനിയുടെയും കണ്ടക ശനിയുടെയും അഷ്ടമ ശനിയുടെയും പ്രഭാവത്തിൽ പ്രയാസപ്പെട്ടിരുന്ന പല രാശിക്കാരുമുണ്ട്. ഇവർ അനുഭവിച്ച മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് സഞ്ചരിക്കുന്നത്. 30 വർഷം കൊണ്ടാണ് ശനി ഒരു രാശിചക്രം സഞ്ചരിച്ച് പൂർത്തിയാക്കുന്നത്. ശനി തരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥിരതയുള്ളതാണ്. പക്ഷേ അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കഠിനാധ്വാനം കൂടി ചെയ്യണം. എങ്കിൽ നമുക്കത് നഷ്ടപ്പെടുകയില്ല. ശനി ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജാതകത്തിൽ തുലാൻ രാശി ലഗ്നമായി ശനി അവിടെ സ്ഥിതി ചെയ്താൽ ആ ജാതകൻ രാജതുല്യനായിരിക്കും. അതുപോലെ തന്നെ മകരം, കുംഭം എന്നീ രാശികൾ ലഗ്നമായി അവിടെ ശനി സ്ഥിതി ചെയ്താൽ ജാതകൻ ഗ്രാമം, പുരം ഇവയുടെയോ മറ്റ് സംഘടനകളുടെയോ നേതാവായും ജനസമ്മതനായും ധനവാനായും മാറും. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ജാതകൻ നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി. ഇങ്ങനെയുള്ള ശനീശ്വരനാണ് 2024 നവംബർ 14 കുംഭൻ രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ സഞ്ചാരം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില രാശിക്കാരുടെ ഭാവി ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇടവൻ രാശി. കാർത്തിക, മൂക്കാൽ, രോഹിണി, മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. കണ്ടക ശനിയുടെയും ജന്മവ്യാഴത്തിൻ്റെയും പ്രഭാവത്തിൽ മാനസികമായി തകർന്ന നിലയിലാണ് ഇടവക്കൂറിൽ ജനിച്ച പലരുടെയും ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളുമാണ് ഇവരെ കൂടുതലായും അലട്ടുന്നത്. കാരണം 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടവർ പലരുമുണ്ട്. തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതുമില്ല. തൊഴിൽ ചെയ്യുന്നവർക്ക് അധികാരികളിൽ നിന്നുള്ള മാനസിക പീഡനം, അപമാനം എന്നിവയാണ് ഫലം. ഇവയ്ക്കെല്ലാം ഒരു പരിഹാരമായി ശനി ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ പോകുന്ന ദിവസം അടുത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം, കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കുവാൻ പോവുകയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിരിക്കുക. അടുത്തതായി കർക്കടകൻ രാശി. പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി. കണ്ടകശനിയുടെയും അഷ്ടമശനിയുടെയും കൈകളിൽ കിടന്ന് വീർപ്പ് മുട്ടിയ കർക്കടകൻ രാശിക്കാർക്ക് 2024 മെയ് 1 ഗുരു 11ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ വളരെ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരാശ്വാസമായിരുന്നു അവർക്ക്. എന്നാലും അഷ്ടമശനി നൽകിയ ശാരീരിക, മാനസിക, കുടുംബപരമായ വേദനകളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിയോ എന്നൊരു സംശയമുണ്ട്. ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരു ഇവർക്ക് എല്ലാം നൽകി. പക്ഷേ ബാക്കി നിൽക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരുന്ന നാളുകളിൽ ശനി ഭഗവാൻ ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം നൽകും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കുട്ടികളുടെ പഠനം, വിവാഹം, രോഗമുക്തി, കടം, ധനനഷ്ടം എന്നിവയിൽ നിന്നെല്ലാം ശനിയുടെ ഈ നേർഗതിയിലുള്ള സഞ്ചാരം നല്ല ഫലങ്ങൾ നൽകും. അടുത്തതായി തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. തുലാൻ രാശിക്കാരും ഇതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നവരാണ്. സാമ്പത്തിക രോഗ ദുരിതങ്ങളും കുട്ടികളെ പറ്റിയുള്ള ദുഃഖങ്ങളും ആണ് ഇവർക്ക് കൂടുതലായും അനുഭവപ്പെട്ടിരുന്നത്. ശനിയുടെ ഈ സഞ്ചാരമാറ്റം കൊണ്ട് മേൽപ്പറഞ്ഞ ദുരിതങ്ങളെല്ലാം ഇവരിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. മക്കളുമായുള്ള സ്നേഹബന്ധം ദൃഢമാകും. എല്ലാവരായാലും ബഹുമാനിക്കുന്ന വ്യക്തിയായി മാറും. ജോലി സ്ഥിരതയുണ്ടാകും. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. മക്കൾക്ക് വിദേശ പഠനത്തിനുള്ള അനുമതി ലഭിക്കും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല ഉയർച്ചകളും ഉണ്ടാകും. ഇനി മകരൻ രാശി. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി.
ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഇവർക്ക് ധാരാളം പണനഷ്ടങ്ങളും അപവാദങ്ങളും അവജ്ഞയും ലഭിച്ചുകൊണ്ടിരുന്ന സമയമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏഴര ശനിയിൽ ധാരാളം പണം ഹോസ്പിറ്റലിൽ ചിലവായ പലരുമുണ്ട്. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും കായിക രംഗത്തുള്ളവർക്കും എല്ലാം ഒരു നല്ല സമയം ഉടൻ തന്നെ ഉണ്ടാകും. നല്ല ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ശനി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മേൽപ്പറഞ്ഞ 4 രാശിക്കാർക്കാണ് ശനിയുടെ നേർഗതിയിലുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായി ഭാഗ്യാനുഭവങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ നിങ്ങൾക്ക് മഹാഭാഗ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. എല്ലാവരും ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തണം. എല്ലാവരും വൈകിട്ട് നാമം ജപിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.